ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് കാണാൻ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ദൂരമുണ്ട്, നല്ല ദൂരമുണ്ടെന്ന്. ഒരു 2.5-3 മണിക്കൂർ അടുത്ത് ദൂരമുണ്ട്. തൃശ്ശൂരും എറണാകുളം രണ്ടും 2 ജില്ലയിലാണ്. അപ്പോൾ ഇന്ന് ചെപ്പി ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദർ വന്ന് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അവന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കിളീനെ ഞാൻ ആദ്യം വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാർ ആദ്യം എടുത്ത ചെക്കൻ ഭയങ്കര ഇടച്ചിലായിരിക്കും കേട്ടോ. ഇവിടെ അട കയ്യിൽ നിന്ന് ഇങ്ങനെ അവനിങ്ങനെ കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കും. ചെക്കനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറിയാൽ മതി എന്നായിരുന്നേ. പോയിട്ട് വരാട്ടോ അമ്മേ. ഇല്ല മറന്നാലും എന്തെങ്കിലുമൊക്കെ മറന്നാ വരാം. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ മറക്കൂട്ടെ. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണേ. നമ്മൾ ഇന്ന് ചെല്ലണാരെ അമ്മച്ചിക്ക് അറിയില്ലേ, സർപ്രൈസ് ആയിട്ട് ഇരിക്കണേ. ചെല്ലുന്ന ഒരു ഇതും ഇല്ല അമ്മച്ചിക്ക്. ആദ്യം ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോ ഇന്ന് ചെല്ലോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെപ്പി കൊണ്ടുവരാൻ വന്നല്ലോ. അപ്പൊ വരുമെങ്കിൽ ചെപ്പിയാണ് കൊണ്ടുവരാൻ വരണം. ഞങ്ങൾ ചെപ്പിയെ ഫ്രീ ആയിട്ടുള്ളൂ. അപ്പം ചെപ്പിനെ ഇടയ്ക്ക് അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയാ കൊണ്ടുവരാൻ പോയാന്നൊക്കെ ചോദിച്ചപ്പോ ചെപ്പി ഇല്ല എന്ന് പറയുമ്പോ കുറച്ചു മുന്നേ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ചെപ്പി? എന്താ പറഞ്ഞപ്പോ വിളിച്ചപ്പോ ചെപ്പിയുടെ ആസ്വദ ചൂടാവലും കൂടി ചിലപ്പോ അമ്മച്ചിക്ക് മനസ്സിലായിട്ടാ ഇനി വരാൻ പോണില്ല എന്ന് മനസ്സിലായി. എന്നെ പിന്നെയും വിളിച്ചോണ്ടിരിക്കണ്ടേ ചെപ്പി? എടുക്കണില്ല. ഇനിയിപ്പോ എന്തായാലും അവിടെ ഇപ്പൊ ഞങ്ങള് എറണാകുളം എത്താറായിട്ട്, നമ്മുടെ എറണാകുളം എത്താറായി. ഇനി കുറച്ച് കിട്ടുന്ന 1 മണിക്കൂറും കൂടി ഉണ്ടല്ലോ വീട്ടിലേക്ക്. എന്ത് ആളോരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റേക്കണേണ് കുഞ്ഞിക്കിളി. അല്ലേ കുഞ്ഞിക്കിളി? ഞങ്ങൾ ഏകദേശം ഒരു കുണ്ടന്നൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ചെപ്പിയതേ തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതേ നമ്മളുടെ അനിയൻ ചെക്കനും കൂടി നമ്മളെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായത്. സൗദി നമ്മളെ വീട്ടിലെത്താറായപ്പോഴേക്കും അനിയൻ ചെക്കനും കണ്ട് അവൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചെക്കനും നമ്മളെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. പയ്യയുടെ ഓറടിച്ചാൽ മതി എന്ന് പറഞ്ഞു, കാരണം അവിടെ സൗണ്ട് കേൾക്കുമല്ലോ. അപ്പൊ വാതില് ഫ്രണ്ടിലത്തേക്ക് അടച്ചിട്ടേക്കണേ. കോളിംഗ് ബെല്ലൊന്നും അടിക്കില്ല, അടിച്ചാൽ പുറത്തേക്ക് വരും. അപ്പൊ അകത്തേക്ക് തന്നെ പോയി നോക്കാം. ഇല്ല അമ്മച്ചിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ട് ഒരു ഫീലും ഇല്ലാത്ത പോലെ, ഒരു വികാരം ഇല്ലാത്ത പോലെ. അമ്മച്ചിക്ക് അറിയാമോ ഓരോന്ന്? ഇല്ല, എന്താ ഒരു ഇതില്ലാണ്ട് ഞാൻ കിടക്കണായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ ചമ്മിയ പോലെ അല്ലെങ്കിൽ ഒരു വികാരം ഇല്ലാണ്ടിരിക്കണോ? അല്ലെങ്കിൽ ചെപ്പിനോട് ചെപ്പി ആൻസിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇതെന്തായാലും കൊച്ചെന്നെ അറിയാത്ത ആര് കൊച്ചു സൗണ്ടൊക്കെ മാറിയിട്ടാണ്. എന്തായാലും അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആശമ്മനെ കൂടി വിളിച്ചേക്കാന്ന് വിചാരിച്ചേ. ഇവിടെയെങ്കിലും ആ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റി എനിക്ക്. അമ്മച്ചിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായില്ല. ഇവിടെയെങ്കിലും ആ എക്സ്പ്രഷൻ കാണാൻ പറ്റി സമാധാനം. ഞങ്ങളെ പറ്റിക്കണാണ് നീ എന്താ ഈ ചെപ്പിനെ നേരത്തെ വിളിച്ചപ്പോഴോ അത് നമുക്ക് ചെല്ലാണ്ട വീഡിയോ എടുത്ത് തന്നു. അവൻ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയേ. പിന്നെ ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിക്കിളീനെ അവിടെ അമ്മച്ചി ആശുമയും കൂടി നോക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്നു. ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് തുറക്കും. നിറഞ്ഞു ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് നിറഞ്ഞിങ്ങനെ ഇരിക്കണേ. ആശമതേ എനിക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു തന്നെ. ഇത്രയും ദിവസം സ്വീറ്റ്സ് ഒന്നും കഴിക്കാണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണായിരുന്നു. എന്ന് വെച്ചാൽ വേണ്ട ഡയറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണേ. പക്ഷെ ഇന്ന് എൻ്റെ ഡയറ്റ് എല്ലാം പൊളിഞ്ഞിട്ടാ.
ഇനിയിപ്പോൾ സാരമൊന്നും ഇല്ല, കുറച്ച് ദിവസം മധുരമൊക്കെ കഴിക്കാമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട്. കാരണം എന്നെ കൊണ്ട് സാധിക്കാത്ത ഈ മധുരമൊക്കെ വേണമെന്ന് വെച്ച് ഡയറ്റൊക്കെ ചെയ്യണത്. പിന്നെ ആശമതയെ ഒരു പാത്രം നിറച്ചും സ്വീറ്റ്സ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ നന്നാവും? വീട്ടിലുള്ളവർ ഇതാണ് അവസ്ഥ, പിന്നെ ഞാൻ എങ്ങനെ നന്നാവാനാ? ഒന്ന് പറഞ്ഞേ. കുഞ്ഞിക്കിളിനെ കണ്ടപ്പോൾ പിന്നെ ക്ഷീണിച്ചു പോയി, ചെറുതായി പോയി എന്നുള്ള പരാതികളും വിഷമങ്ങളൊക്കെ പറയൽ തന്നെയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അപ്പുറത്ത് ആൻറ്റീച്ചയും കുഞ്ഞുമാൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുഞ്ഞിക്കിളിനെ കളിപ്പിക്കലായിരുന്നു കേട്ടോ. കുഞ്ഞുമാനെ എനിക്ക് എപ്പോഴും തല നോക്കി തരലും കുത്തിത്തരലും ചെയ്യോട്ട് ഒരു പ്രത്യേക സുഖമാണേ. അത്ര കടിയൊന്നും ഇല്ല, പക്ഷെ കുഞ്ഞുമാനെ കണ്ടപ്പോ ഒരു കൊതി, കണ്ടപ്പോ ഒരു പൂതി. അതെ, എനിക്കിഷ്ടമല്ല. ഞങ്ങള് വന്നിട്ട് അത് ഉണ്ണീനെ മാത്രം കണ്ടില്ലേട്ടെ. പിന്നെ ഞാൻ വിളിച്ചു വരുത്തി സ്നേഹയുടെ വീട്ടിലായിരുന്നു കേട്ടാ. ഉണ്ണിയപ്പോ വന്നിട്ട് കുഞ്ഞിക്കിളിനെ എടുത്തോണ്ട് കാലില് റെഡി ആയിട്ടില്ല, എന്നാലും ആ കാലും വെച്ചോണ്ടിരിക്കണേണേ. സ്വീറ്റ്സ് കഴിക്കലെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ല ചോറും കറി ഉണ്ടായേ. ചമ്മന്തിപ്പൊടി, ഉരുളക്കിഴങ്ങും, പച്ചക്ക മീൻകറി ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട. സൂപ്പറാണോ? സമയമായിട്ട് എന്നാലും കണ്ടപ്പോ ഭയങ്കര തിന്നാന്ന് തോന്നി. അമ്മയുടെ സ്പെഷ്യലാണ് ചമ്മന്തിപ്പൊടി. അല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇനി ഡയറ്റ് അവിടെ നടക്കൂല ഇവിടെ നടക്കൂല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോവാന്ന് ഞാൻ വിചാരിച്ചു. ഡ്രസ്സൊക്കെ കുറച്ച് ഇറങ്ങിപ്പോണു. അത് കട്ടേ നോക്ക്. ഞാൻ ഡയറ്റ് എടുക്കാൻ വേണ്ടി എപ്പോൾ തുടങ്ങണം അപ്പം എല്ലാവരും പ്രശ്നങ്ങളാണ്, ഡയറ്റ് ചെയ്യേണ്ട അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പ്രോത്സാഹനം ഇല്ല. അല്ലെങ്കിലേ ഞാൻ മടിച്ചാണ്. പിന്നെ ആരോ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാത്തതുകൊണ്ടില്ലേ എനിക്ക് ഭയങ്കര മടിയാണ് ഡയറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്വയം തോന്നണം. സ്വയം തോന്നിയാൽ നമ്മളെ ചുറ്റിനുള്ളവർ എന്തിനാ എടുക്കണേന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് മടുക്കും. അപ്പൊ ഞാൻ ചോദിച്ചേ എനിക്കും കൂടെ പറഞ്ഞതാണോ എന്ന് പറഞ്ഞത് വാങ്ങിച്ചേട്ട് നമ്മളെ നമുക്കൊന്നും ഇല്ലാത്തോണ്ടേ ഇത് സുഖോട് ഇട്ടിട്ടോ അടിപൊളി. ഉണ്ടാവും, നമ്മൾ സെർച്ച് ചെയ്യോണ്ടല്ലേ. ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടേട്ടെ. എന്തിനാണ് അവ മാറി മറിച്ച് കൊടുക്കാൻ? നമ്മള് വന്നിട്ട് സ്നേഹനെ പോയി ആദ്യം കാണാമെന്ന് വിചാരിച്ച, പക്ഷെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി സ്നേഹനെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് വൈകുന്നേരം അല്ല സന്ധ്യ ആയപ്പോഴേക്കും. തണുത്ത കാറ്റുണ്ടല്ലേ. നമ്മളിവിടെ എപ്പോഴും കടപ്പുറത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തണുത്ത കാറ്റും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് നമ്മളുടെ ഇവിടെ. എന്തായാലും ഉടനെ ഒന്നും വരില്ല, കുറച്ചു നേരം ഇരിക്കും. രണ്ടിടത്തും പോകാനുള്ള അപ്പുറത്തും എനിക്കൊരു ധൃതിയില്ല. നിങ്ങൾ വരുന്നതിനേക്കാൾ 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ വരാം. വീട്ടിൽ കയറാനല്ലേ. സ്നേഹനെ കാണാൻ വേണ്ടി പോകുമ്പോ തന്നെ മിഷാമ്മടുത്തും കയറാന്ന് ഓർത്ത്. കാരണം 2 വീടും തൊട്ടടുത്ത് തന്നെയാണല്ലോ. പിന്നെ കുറെ ദിവസമായി നമ്മള് കണ്ടിട്ട്. കുഞ്ഞിക്കിളി കാറി കയറി കഴിഞ്ഞാൽ ആള് സെറ്റാണ്. പിന്നെ എത്ര ബഹളാണെങ്കിലും കാറി കയറി കഴിഞ്ഞാൽ ചെക്കൻ ഓക്കെയാണ് കേട്ടോ. കാണാൻ പോണേണ് പിന്നെ ആദ്യം ഞങ്ങള് സ്നേഹ എടുത്താണ്ട കയറിയത്. സ്നേഹ എടുത്ത് പോയിട്ട് മിഷാമ്മ എടുത്ത് പോവാന്ന് വിചാരിച്ചു. ചെന്നപ്പോ തന്നെ നമ്മളെ പരിചയത്തിൽ തന്നെയുള്ള വേറെ ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു. സ്നേഹനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. പിന്നെ അമ്മായിയും മോനുള്ള സ്നേഹപ്രകടനങ്ങൾ തന്നെയാണല്ലോ. സ്നേഹദേവായിരുന്നു നല്ലോണം വെച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞാവ് ഇങ്ങനെ ഓരോ സ്നേഹം പറയണിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനങ്ങണത് ഓരോ സൈഡിൽ ഇങ്ങനെ ആള് വന്നിങ്ങനെ അമ്മയെ ഞാനിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അറിയിക്കണമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞോളം ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നു. പിന്നെ അമ്മായി മോനെ കളിയിലാണ്, നല്ല കളിയിലാണ് കേട്ടോ.
ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വന്നതിന് ശേഷം ഉണ്ണി വന്നു കേട്ടോ. എൻ്റെ പൊന്നെ ഒരു ഗ്രീൻ ആപ്പിൾ വന്നു. എൻ്റെ പല്ല് വരെ പുളിച്ചു. ഒന്നാമത്തെ കുറച്ച് ദിവസമായിട്ട് പുളി മാങ്ങ തേങ്ങയൊക്കെ തന്നെ കഴിച്ചിട്ടിരിക്കണ കേട്ടാ. പുളി കഴിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. നാക്കിന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ പോയിട്ട് എനിക്ക് എരിവെള്ളം ഒരു സാധനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാലും കഴിക്കും കേട്ടോ. പുളിയൊക്കെ കിട്ടിയാൽ വിടൂല, കഴിക്കും ഞാൻ. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ അങ്ങനെ വലിയ ഡിമാൻഡില്ലാത്ത ആളാണ്. എന്ത് കഴിക്കും ഞാൻ. ചെക്കൻ ഭയങ്കര ഡാൻസാണ്. എന്ത് പാട്ട് കേട്ടാലും ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കോട്ടെ എൻ്റെ പൊന്നി. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിൽ തന്നെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ചേച്ചിനെ കണ്ടപ്പോൾ കുഞ്ഞിക്കിളിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കുഞ്ഞിക്കിളി ഇങ്ങനെ ചേച്ചിനെ പിടിക്കാനൊക്കെ നോക്കട്ടെ. പിന്നെ കുറച്ച് നേരം താഴ്ത്തിരുത്തി കളിപ്പിക്കണേണ്ട. ആള് നിരങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ഒരു കാല് വെച്ച് പിന്നെ ഒരു കാല് വെച്ച് നല്ല രീതിയിൽ നിരങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കിളിയുടെ മുടി ഒന്ന് വെട്ടണമായിരുന്നേ. മുടി വെട്ടണാരും പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിയപ്പോൾ അപ്പം തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞ്. നാളത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞ് മുടി വെട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കില്ല. എന്നാലും കുറേ കളയൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് അടിച്ച് വെട്ടിക്കളയുള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ബായൊക്കെ പറഞ്ഞ് നേരെ മിഷാമ്മ എടുത്താണ്ട് ആശമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാ. മിഷാന്റെ കടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് ഞങ്ങളെ കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കടയൊക്കെ പൂട്ടി വന്നത് ആൻഫിയെ ചേച്ചി. ആൻഫി എപ്പോഴും കുഞ്ഞിക്കിളിന്റെ അടുത്തുണ്ട്. കുഞ്ഞിക്കിളിന്റെ അടുത്തോണ്ട് നടക്കാത്ത ആരും ഇല്ലാട്ടെ. ഷൈജാന്റെ, ആഷ്ലി, ആൻഫി എല്ലാവരും തന്നെ. ഇന്ന് സാബോപ്പ് ഉണ്ടായിരുന്നില്ല, പണിക്ക് പോയിട്ടുണ്ട്. അതേ നമ്മളെ സുന്ദരൻ നമ്മൾ വന്ന് കണ്ടപ്പോൾ തന്നെ ഓടിയതാണ്ട. ഫോണിൽ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഓടിപ്പോയിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നതാണ്. ഞാൻ അവിടെ വന്നപ്പോ മിഷാന്റെ കാര്യമാണ്. അയ്യോ കൂർക്ക കറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് വെച്ചിട്ടാവും. എന്തായാലും അവിടെ നിന്ന് ചോറ് വെച്ചില്ല. എന്നാലും അടുക്കള കാണലും ഇങ്ങനെ പെറുക്കി തിന്നലൊക്കെ നമുക്കൊരു രസമല്ലേ ഇതൊക്കെ. മാങ്ങ കഴിച്ചിട്ട് എനിക്ക് ഇവിടെ പല്ലിന്റെ ഇവിടെ ഇല്ല, ഇവിടെ മോളുടെ ആ സൈഡ് ഒരു പുളിച്ചിട്ട് പോലെയുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ കഴിക്കൂട്ടാ. പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ നോക്കണം. അതെന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാട്ടെ. എന്താണ് ഞാൻ ഈ പുളി കഴിക്കുന്നതിനുള്ള കാരണങ്ങളെന്ന് ഒരു അടുത്ത വീഡിയോ പറ്റില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. കൺഫേം ആയിട്ട് ഞാൻ അറിയിക്കൂട്ടെ എന്താണ് എനിക്കിങ്ങനെ പുളി ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ആഗ്രഹം എന്ന്. ഇപ്പം നിങ്ങൾ ഏകദേശം ഗസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അമ്മച്ചി സെൽഫി എടുത്തിട്ടു. സെൽഫി എടുക്കാൻ എൻ്റെ വീഡിയോ ആണവർ നിങ്ങൾ ഓർക്കൂല ഇവിടെ എന്തൊരു തീറ്റപ്പണ്ടാരമാണെന്ന്. പക്ഷെ ഈ പാത്രം പിടിച്ചോണ്ട് നിൽക്കണോളൂ. ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കണം. ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നതല്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ 1-2 തിന്നും. പക്ഷെ ബാക്കിയൊക്കെ ഈ ചുറ്റിനും കൂടിയിരുന്ന ആൾക്കാരിൽ ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ടാണ് കഴിച്ചത്. നിങ്ങൾ കാണുമ്പോൾ ഞാൻ വീഡിയോ നിന്ന് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ ഈ ഭക്ഷണം കഴിക്കൽ തന്നെ. എന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കൂലട്ടോ, ഭക്ഷണം കഴിക്കുകയും ചെയ്യോണ്ടാ. നമ്മളെ വീട്ടുകാരെല്ലാവരും പോരാണ്ട് ഗ്രേസി ആൻറ്റി കൂടി നമ്മൾ തന്നെ ആശമ്മയുടെ മാത്രമല്ല ഇപ്പം നമ്മളുടെ തന്നെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഗ്രേസി ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നിട്ട്. ഇവരെല്ലാവരും കുഞ്ഞിക്കിളിയുടെ ഫാൻസാണ് കേട്ടോ. കുഞ്ഞിക്കിളിക്ക് ഒരു ഫാൻസ് അസോസിയേഷൻ വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയാലോന്ന് ഞാൻ വിചാരിക്കണേണ്ട. എന്താണ് നാക്കൊക്കെ ഭയങ്കര കുഴകുഴാന്ന് പോണ്ട. പുളി നിന്ന് ഒരു പാകമായി നാക്ക് മോണേക്കാം. ഷൈജനെ കണ്ടപ്പോ തന്നെ ഞാൻ സ്തുതി കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ വെറുതെ കളിയാക്കിക്കൊണ്ട്
ഞങ്ങൾ വരാൻ നിൽക്കണ്ടെന്ന് പിന്നെ 1 മണിയായപ്പോ അവരവിടെ എത്തി വന്നു. എന്റെ പൊന്നെ ചെക്കനെ ഓരോരുത്തർ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ചെക്കനെ എന്നെ ആകെ പാടായിട്ടാ. കാരണം പാവം ഇങ്ങനെ ഓരോരുത്തർ കൈമാറി എടുത്തോണ്ടിരിക്കണല്ലേ. ഞങ്ങള് വന്നിട്ട് കൊറേ നേരം ചേർന്നേടാ ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി അവിടുന്ന് കൈ പിടിച്ചോണ്ടായിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങള് കൊറേ നേരമായില്ലാന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ച് കയറ്റി വണ്ടിയിലേക്ക്. അത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്ട് പോയിട്ട് വലിയ ദൂരം ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഇവര് നടന്നൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങള് കാറിൽ തന്നെയാണ് പോയത്. ടാറ്റയൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ജിതിൻ ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അമ്മച്ചി ഒറ്റയ്ക്കാണ്. ചെപ്പി അവിടെ പോയിട്ടുണ്ട്. അമ്മച്ചി ഒറ്റയ്ക്കാണേ. കറക്കോ കഴിഞ്ഞ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. കൊച്ചിനെ വാങ്ങിച്ച കൊച്ചിന് മിഷാമ്മ അല്ല ഷൈജാന്റി അല്ലേ എന്നാ അന്ന് മിഠായിയാണ് പറഞ്ഞേട്ടാ. അതിപ്പോ തന്നെ മേടിച്ചായിട്ടുണ്ട് കേട്ടോ. കൊച്ചിനെ കൊണ്ടൊന്ന് പൊട്ടിപ്പിച്ച് പോലും ഇല്ല. അത് ശരിയാട്ടോ. അപ്പം നമ്മുടെ വിശേഷം ഇങ്ങനെയാണ്. അപ്പൊ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടാ. പിന്നെ എന്താ പറഞ്ഞ ബെല്ലൈക്കൻ അടിച്ചു വിട്ടു. ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്ക കേട്ടാ. അതേ ചെപ്പി അടുത്ത വീഡിയോ കൊച്ചി